നമസ്കാരം, ഡോക്ടർ അനിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഒരു നഴ്സ് ജോലി ആഗ്രഹിക്കുന്നവർക്കുള്ള, ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ്. ഉത്തർപ്രദേശ് ഗവൺമെൻറ് കീഴിലുള്ള ഗ്രേറ്റർ നോയിഡ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സ്റ്റാഫ് നഴ്സുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 100ഓളം ഒഴിവുകളാണുള്ളത്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും കൂടെ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇൻഫർമേഷൻസൊക്കെ ഇനിയും ലഭിക്കാനായിട്ട് നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് ഏതെങ്കിലും സംസ്ഥാനത്തെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് കേരളത്തിലെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആകെ 100 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഓൺലൈനായിട്ട് സെപ്റ്റംബർ 7 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ BSc നഴ്സിംഗ്, 4 വർഷത്തെ BSc നഴ്സിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെന്നുണ്ടെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഇനിയും GNM ഉള്ളവരാണെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയും, പ്രൊവൈഡഡ് അവർക്ക് ഏതെങ്കിലും 50 ബെഡെങ്കിലുമുള്ള ഒരു ഹോസ്പിറ്റലിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ GNM ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അങ്ങനെ BSc നഴ്സിംഗുകാർക്കും GNM നഴ്സിംഗുകാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഏജ് പറഞ്ഞിട്ടുള്ള 21 മുതൽ 40 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത് ഉത്തർപ്രദേശിലെ സംസ്ഥാനത്തു നിന്നുള്ള അപേക്ഷകർക്ക് മാത്രമേ ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള OBC-കാരായാലും SC/ST-കാരായാലും അവർക്ക് റിസർവേഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കില്ല. 21 മുതൽ 40 വയസ്സ് വരെ തന്നെയായിരിക്കും അവരുടെ പ്രായം എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. സെലക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ടാവും. ഒരു 100 ചോദ്യങ്ങളുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആയിരിക്കും എന്ന കാര്യം ഓർമ്മിക്കുക. അപ്പം കേരളത്തിലുള്ളവർക്ക് തീർച്ചയായും ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻസ് പ്രയോജനപ്പെടും, ഹിന്ദി അറിയാത്തവരാണെങ്കിലും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. പരീക്ഷയ്ക്ക് സെൻറ്ററുകൾ പറയുകയാണെങ്കിൽ 4 സെൻറ്ററുകൾ മാത്രമേ ഉള്ളൂ. ലക്നൗ, ഗോരഖ്പൂർ, വാരണാസി, അതുപോലെ ഡൽഹി NCR, ഇങ്ങനെ 4 സെൻറ്റർ മാത്രമേ ഉള്ളൂ. അതിൽ ഏതൊരു സെൻറ്റർ ചൂസ് ചെയ്യാനായിട്ടേ പറ്റുള്ളൂ എന്ന കാര്യം ഓർമ്മിക്കുക. ഇതിലേക്ക് ഓൺലൈനായിട്ട് 2026 ഓഗസ്റ്റ് 10 മുതൽ സെപ്റ്റംബർ 7 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരുടെ വെബ്സൈറ്റ് www.gims.ac.in ഈ സൈറ്റിൽ ലഭ്യമാണ്. ഈ സൈറ്റ് വഴി നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതോടൊപ്പം അപേക്ഷാ ഫീസുണ്ട്. അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സ്, OBC കാൻഡിഡേറ്റ്സ്, EWS കാൻഡിഡേറ്റ്സ് ഒക്കെ 1000 രൂപയും GST ഉൾപ്പെടെ 1298 രൂപ അപേക്ഷാ ഫീസായിട്ട് നൽകണം. എന്നാൽ SC/ST-കാരായ കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 800 രൂപയും GST ഉൾപ്പെടെ 944 രൂപയായിരിക്കും അപേക്ഷാ ഫീസ് എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് മാത്രം അവരെ ഫീസ് കൊടുക്കുന്നതിന് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഫീസ് കൊടുക്കേണ്ടി വരും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അവർക്കും ഇതിലേക്ക് താല്പര്യമുള്ളതിപ്പം സെപ്റ്റംബർ 7 മുമ്പ് അപേക്ഷിക്കുക. 100 വേക്കൻസികളാണുള്ളതെന്ന കാര്യം പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും സംസ്ഥാനത്തിൻ്റെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. താല്പര്യമുള്ളവർ നേരത്തെ പറഞ്ഞ വെബ്സൈറ്റ് www.gims.ac.in സൈറ്റ് വഴി സെപ്റ്റംബർ 7 മുമ്പ് അപേക്ഷിക്കുക. ഇത്രയും തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ടിൽ നന്ദി രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.